ആർ.ജെ. ബാലാജിയുടെ സംവിധാനത്തിൽ സൂര്യ നായകനാകുന്ന കറുപ്പ് എന്ന ചിത്രം മെയ് 14 തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഒരു മലയാളി സാന്നിധ്യം, അതും പ്രധാനപ്പെട്ട മലയാളി സാന്നിധ്യത്തിൽ നിൽക്കുകയാണ്. പ്രൊഡക്ഷൻ ഡിസൈനർ അരുൺ വെഞ്ഞാറമൂട് ചേരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. ഇത്രയും വലിയൊരു പടം, കുറേ നാളത്തെ കാത്തിരിപ്പ്, ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തട്ടെ, കുറേ റിലീസ് ചെയ്തിട്ട് മാറ്റി വെച്ചതുകൊണ്ടാണ് അങ്ങനെ എത്തട്ടെ എന്ന് പറഞ്ഞത്. പക്ഷേ അവിടെ ഇങ്ങനെ ഒരു ടീസർ കാണുമ്പോഴേക്കും എഡിറ്ററിന് താഴെ പ്രൊഡക്ഷൻ ഡിസൈനർ അരുൺ വെഞ്ഞാറമൂട് കാണുമ്പോഴാണ് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്, ലൈക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ എന്നുള്ളത്. ഈ ബിഗ് ലീഗ് പരിപാടി എങ്ങനെയുണ്ട്? അത് എന്താ പറയുക, എൻ്റെ ഫസ്റ്റ് തന്നെ എൻ്റെ ഒരു ഭയങ്കര ബ്ലെസ്ഡ് ആണ്. കാരണം നമുക്കൊരു ഗോഡ് ഗിഫ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ പറഞ്ഞ തന്നെ മലയാളിയായ അല്ലെങ്കിൽ ട്രിവാൻഡ്രംകാരൻ വെഞ്ഞാറമൂടുകാരനായ ഞാൻ സൂര്യ എന്ന് പറയുന്ന ഒരു വലിയ ഹീറോയുടെ കൂടെ പോയി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഗിഫ്റ്റാണ്. മെയിൻലി ഈ പറഞ്ഞ നമുക്ക് ആർട്ടിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വലിയ വേൾഡാണ്. നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ ആ ട്രെയിലറിലും സോങ്ങിലും ഒക്കെ കാണുമ്പോൾ വിഷ്വൽ ഗ്രാൻഡിയർ ഉണ്ടല്ലോ. അപ്പോൾ അത് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ആർട്ട് ഡയറക്ടറിൻ്റെ ഈ പറഞ്ഞ വലിയ ചലഞ്ചുമാണ്, അതേസമയം ഭയങ്കര ഒരു ഭാഗ്യവുമാണ്. ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടത് എനിക്ക് തോന്നുന്നു മദ്രാസി ശിവകാർത്തികൻ പടം കഴിഞ്ഞ് ആ സമയത്ത് ഇതിൻ്റെ ഡ്രീം വാരിയേഴ്സ് കമ്പനിയിൽ നിന്നാണ് എനിക്ക് സ്ട്രേറ്റ് കോൾ വരുന്നത്. അവിടെ ഡയറക്ടർ ആർ.ജെ. ബാലാജിയാണ് ഈ പറഞ്ഞ നമ്മുടെ പേര് അവിടെ അതെ ഇങ്ങനെ അരുൺ എനിക്ക് തോന്നുന്നു പുള്ളി അതിനുശേഷം എന്നോട് പറഞ്ഞത് സുഴൽ എന്ന് പറയുന്ന ആമസോണിലെ വെബ് സീരീസ് ഉണ്ട്. അപ്പോൾ സുഴൽ ഈ പറഞ്ഞ പോലെ ഒരു അമ്മൻ എന്ന് പറയുന്ന ദൈവത്തിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ അതേ ഉത്സവങ്ങളും അതിൻ്റെ ഒരു ഗ്രാൻഡിയർ കൊടുത്തിട്ട് ഞാൻ ചെയ്തൊരു വർക്കാണ്. അപ്പോൾ അത് പുള്ളി ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടത് കൊണ്ട് അതിനെ ആ വിഷ്വലും അതിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് പുള്ളി കറുപ്പിലേക്ക് എന്നെ സെലക്ട് ചെയ്യുന്നതും ഈ കോൾ വരുന്നത്. അങ്ങനെയല്ല, അതായത് നമ്മളിപ്പം ആ സോങ്ങിനകത്തൊക്കെ നമ്മളൊരു ഗ്രാൻഡിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അതിൽ കറുപ്പ് സ്വാമിയാണ് നമ്മുടെ ഒരു മെയിൻ. എന്താ എനിക്ക് തോന്നുന്നു ഓഡിയോ ലോഞ്ചിൽ സൂര്യ സാർ ഒരു പറഞ്ഞു, അതിൽ സൂര്യ സാർ പറഞ്ഞു ഇതിൽ നായകൻ സാറല്ല കറുപ്പ് സ്വാമിയാണെന്നുള്ളത് പറഞ്ഞായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാനതുകൊണ്ട് ഓപ്പണായിട്ട് പറയുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു കുറേ അതിൻ്റെ എലമെൻറ്റുകൾ ഞങ്ങൾക്ക് കുറേ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് സുഴൽ എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് ഒരു ദൈവങ്ങളുടെ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ക്രിയേറ്റഡ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സുഴലിൻ്റെ ബാക്ക് ഡ്രോപ്പ് ഇതും ഏകദേശം ഒരു ആർ.ജെ. ബാലാജി ഭയങ്കര വിശ്വാസിയാണ് പറയാറുണ്ട്. അപ്പം അത് കണ്ടിട്ട് ഒക്കെ ഇംപ്രസ്ഡ് ആയിട്ടാണോ ഞാൻ വിളിച്ചത്? അതെ, സുഴൽ കണ്ടിട്ട് ആ ഒരു ബേസ്, അതായത് പുള്ളിക്ക് ആ നമ്മുടെ വിഷ്വൽസും ഫെസ്റ്റിവൽ ക്രിയേഷനും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് എന്നെ നേരെ ഇതിലേക്ക് കറുപ്പിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കറുപ്പിന് ഞാൻ വരുന്നതിന് മുന്നേ തമിഴിലെ 1-2 പേരുടെ പേരുകളൊക്കെ നിന്നിരുന്നു. അതെല്ലാം മാറിയിട്ടാണ് ഞാൻ വരുന്നത്. അത് നമ്മളൊരു മലയാളി എന്നുള്ള രീതിയിൽ ഈ തമിഴ് ഫെസ്റ്റിവൽ മീൻസ് ഒരു ദൈവങ്ങളുടെയൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ചലഞ്ച് ഉണ്ട്. കാരണം നമ്മുടെ ഫെസ്റ്റിവൽ ആകുമ്പോൾ നമുക്ക് ഈസിയാണ്, നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, നമ്മൾ കണ്ട് വളർന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറത്തെ ഉത്സവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ അതിനൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവിടെ വരുന്ന പ്രോപ്പർട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്ക് ഡ്രോപ്പിൽ വരുന്ന ആംബിയൻസ്, കളറുകൾ, ഇതെല്ലാം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വീണ്ടും സ്റ്റഡി ചെയ്തിട്ട് വേണം നമ്മളത് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഈ ടീസർ കാണുമ്പോൾ അല്ലെങ്കിൽ ഗോഡ് മൂഡ് പാട്ട് കാണുമ്പോൾ ഇതിൻ്റെ സ്കെയിൽ ഭയങ്കര വലിപ്പമുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് അതിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ വരുന്ന വിഷ്വൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റേജ് സെറ്റ് ചെയ്യുന്ന പരിപാടി ആയിക്കോട്ടെ, എല്ലാം ഭയങ്കര ഗ്രാൻഡ് ഫീലിംഗ് ആണ്. അതിൽ പ്രൊഡക്ഷൻ ഡിസൈനറിൻ്റെ റോൾ എത്രമാത്രമാണ് ഇത് ടു കൺവേർട്ട് കംപ്ലീറ്റ്ലി ആ സീൻ മൊത്തം നമ്മളെ കൈ നിർത്തുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ. അതായത് എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ചെയ്തു വന്ന സിനിമകളിൽ ഏറ്റവും വലിയ സ്കെയില് സിനിമ എന്ന് പറയുന്നത് മാവീരനാണ്. അതായത് ശിവകാർത്തികൻ്റെ ബഡ്ജറ്റ് ബേസും ആർട്ട് ബേസും. കാരണം നമ്മൾ അത് ഈ സിനിമയിൽ കാണുന്ന A to Z ഫ്രെയിംസും സെറ്റാണ്. ഫ്ലാറ്റുകൾ പൊട്ടി വീഴുന്നത്, പൊളിയുന്നത്, അങ്ങനെയുള്ള അത് എൻ്റയർലി മൊത്തം സെറ്റിനകത്ത് ക്രിയേറ്റ് ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ അതായിരുന്നു എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്നൊരു വലിയ ചലഞ്ച്. അതിനകത്ത് ഇപ്പം ചോദിച്ചില്ലേ സെറ്റായിരുന്നു എന്ന് ചോദിച്ചു, അത് തന്നെയാണ് ഞങ്ങളുടെ ചലഞ്ച്. അതായത് സെറ്റാണെന്ന് തിരിച്ചറിയാത്ത രീതിയിലായിരിക്കണം നമ്മൾ സെറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതുവരെ വന്നത്. ഇപ്പോൾ സുഴൽ ചെയ്തതാണെങ്കിലും അല്ലെങ്കിൽ വദന്തി എന്ന് പറയുന്ന സീരീസൊക്കെ ആണെങ്കിലും നമ്മൾ മാക്സിമം ഒരു റിയാലിറ്റി ആ ഒരു ഫേസാണ് കീപ്പ് ചെയ്യുന്നത്. പക്ഷേ കറുപ്പിന് വരുമ്പോൾ
ഇപ്പോൾ പറഞ്ഞ കുറേ സംഭവങ്ങൾ നമുക്ക് മെയിൻ എലമെൻറ്റ്സ് ആണ്. അതായത് സ്കെയിൽ, ഭീകരമായ ഒരു സ്കെയിൽ കാണിക്കണം. അതിന് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് GK വിഷ്ണു, അതിൻ്റെ DOP ആണ്. കാരണം പുള്ളി, എനിക്ക് തോന്നുന്നു പുള്ളി ചെയ്ത സിനിമകളെല്ലാം വലിയ സ്കെയിൽ സിനിമകളാണ്. മെർസൽ അങ്ങനെ തുടങ്ങി. അതെ, മെർസലിലാണ് തുടങ്ങുന്ന തന്നെ വലിയൊരു ലാർജ് സ്കെയിൽ സിനിമയാണ്. പിന്നെ ചെയ്തിപ്പോൾ തീർത്തു വന്നത് ജവാൻ. അപ്പോൾ ജവാനൊക്കെ ഒരു വലിയ സ്കെയിൽ സിനിമകളാണ്. അപ്പോൾ പുള്ളിയുടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു, ഞങ്ങൾ തമ്മിലുള്ള സംസാരങ്ങളിൽ പുള്ളി എപ്പോഴും ആവശ്യപ്പെടുന്നത് ഈ റിയാലിറ്റി നിൽക്കുന്നതിനോടൊപ്പം തന്നെ സ്കെയിലും കുറച്ചുകൂടെ ഹെവി ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പടത്തിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടേ ഞങ്ങളുടെ ഈ പറഞ്ഞ ഒരു എപ്പോഴുമുള്ള ഒരു ചർച്ചയിൽ വരുന്നത് സ്കെയിൽ വലുതായിരിക്കണം. അതാണ് പുള്ളിയുടെ ആകെ ഉള്ളൊരു ഡിമാൻഡ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ വിഷ്വൽസ്, നമുക്ക് കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ എനിക്ക് ആ വിഷ്വൽ സപ്പോർട്ടും കൂടുതൽ GK വിഷ്ണു എന്ന് പറയുന്ന DOPയുടെ കയ്യിൽ നിന്നാണ് വരുന്നത്. അപ്പം ഞാനും പുള്ളിയുമാണ് നമ്മൾ എപ്പോഴും ഒരു സിനിമ, ഏതൊരു സിനിമയാണെങ്കിലും അതിൻ്റെ ക്രിയേറ്റീവ് സൈഡിൽ കൂടുതലും സപ്പോർട്ടും അല്ലെങ്കിൽ രണ്ടുപേരും സിങ്ക് ആവേണ്ടത് ഒരു DOPയും അതിൻ്റെ ആർട്ട് ഡയറക്ടറുമാണ്. അപ്പോഴാണ് ആ ഒരു കറക്റ്റായിട്ടുള്ള സിങ്ക് വിഷ്വൽസ് കിട്ടുന്നത്. അപ്പോൾ പുള്ളി സ്റ്റാർട്ടിങ് തൊട്ടേ സ്കെയിൽ വലുത് എന്നുള്ളൊരു ഇത് പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ എങ്ങനെ ഇത് സ്കെയിൽ വലുതാക്കും, അതാണ് അടുത്തൊരു വലിയ ചലഞ്ച് വരുന്നത്. കാരണം ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. നമ്മൾ എങ്ങനെയൊക്കെ കറുപ്പ് സാമിയെ വയ്ക്കാം, അല്ലെങ്കിൽ തോരണങ്ങൾ വയ്ക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ആംബിയൻസ് എത്രയൊക്കെ വന്നാലും അതിൻ്റെ ഒരു വിഷ്വൽ സ്കെയിൽ എങ്ങനെ വലുതാക്കാം എന്നുള്ളൊരു തോട്ട് വലിയ പ്രശ്നമായിരുന്നു. അവിടെ നിന്നുമാണ് നമ്മൾ ഇന്നേ വരെ കണ്ടുവന്ന അരുവാളും ശൂലം അല്ലെങ്കിൽ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു 2 ഫീറ്റ് അല്ലെങ്കിൽ 3 ഫീറ്റ്, മാക്സിമം പോയാൽ ഒരു 10 ഫീറ്റ് ഒക്കെയാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഈ സോങ്ങിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം മിനിമം 70. അതെ, അതെ, ആ ഫ്രെയിമിനകത്ത് കണ്ടാൽ പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു ഇത് വരുന്നുണ്ട്. കാരണം ഞങ്ങൾ ആ സെറ്റിൽ നിൽക്കുമ്പോൾ പോലും ഭയങ്കര വിഷ്വലി ഞങ്ങൾക്കൊരു ഭയങ്കര ഹാപ്പിനെസ് തോന്നിയ ഒരു സെറ്റാണ്. കാരണം ഒരു 75 ഫീറ്റ് 85 ഫീറ്റാണ് ഓരോ അരുവാളും വെച്ചേക്കുന്നത്. കറുപ്പസ്വാമിയുടെ മെയിൻ അരുവാളാണ്. അപ്പോൾ ആ അരുവാൾ വച്ചിട്ട് തന്നെ അതിനകത്ത് ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രെയിമിൻ്റെ ഒരു ഗ്രാഫ് നോക്കിയിട്ട് 75, 85, 65 അങ്ങനെ അരുവാളുകൾ വെച്ചിട്ട് തന്നെ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എൻട്രൻസിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ശൂലങ്ങളൊക്കെ എനിക്ക് എല്ലാം നമ്മൾ ഭയങ്കര റിസ്ക് എടുത്ത് ചെയ്തതാണ്. അതായത് ഒരു ശൂലം കയറ്റണമെങ്കിൽ ഒരു 220യുടെ ക്രെയിൻ വന്നാണ് ഈ ശൂലം നിർത്തേണ്ടത്. അപ്പോൾ ആ സോങ്ങിന് എനിക്ക് കുറച്ച് ഭയങ്കര ചലഞ്ച് ഉണ്ടായിരുന്നു. കാരണം 10 ദിവസം കൊണ്ടാണ് ആ സെറ്റ് ഇട്ടത്. ആ ഗോഡ് മൂഡ് സോങ്ങിന്റെ സെറ്റ് വെറും 10 ദിവസമാണ്. ഞാനും അത് ഭയങ്കര, അതാണ് ഞങ്ങള് എനിക്ക് അത്രേ വന്നിട്ടുള്ളൂ. ഇനിയാണ് വിഷ്വൽസ്. കാരണം ഓഡിയോ ലോഞ്ചിന് പുള്ളി ഒരു ഇത് പറഞ്ഞായിരുന്നു. അല്ല, അതിൽ RJ ബാലാജി ഇങ്ങനെ പറഞ്ഞു, അരുൺ നീங்க ഏത് കേട്ടാലും ഫസ്റ്റ് ഇല്ലെന്ന് சொல்லுவே அதுக்கப்புறம் കൊടുത്തിട്ട് എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ മലയാള സിനിമയും തമിഴ് സിനിമയും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ്. മലയാള സിനിമയ്ക്ക് കുറച്ചുകൂടെ നമുക്ക് ടൈം കിട്ടും. അതുപോലെ കുറച്ചുകൂടെ പ്ലാൻഡ് ആയിരിക്കും. മുന്നേ കൂട്ടി നമ്മൾ പ്ലാൻ ചെയ്തായിരിക്കും പരിപാടികൾ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് മെയിൻ ഹീറോ ഡേറ്റ് ഭയങ്കര ഒരു പ്രശ്നമാണ്. അവിടെ ബഡ്ജറ്റ് അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രശ്നങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ്. അതെ, അപ്പോൾ ഡേറ്റുകൾ പ്രശ്നമാകുമ്പോൾ നമുക്ക് ആ പ്രഷർ നമ്മളുടെ മേളിലേക്ക് വരും. ഇപ്പോഴായിരിക്കും പെട്ടെന്നായിരിക്കും പറയുന്നത് നമുക്ക് പെട്ടെന്ന് കോടതി വേണം. അപ്പോൾ എത്ര ദിവസമുണ്ട്? അത് നമുക്കൊരു 7 days 6 days. അപ്പോൾ ഈ 7 days 6 days എന്ന് പറയുമ്പോൾ ഞാൻ ഈ സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, ആ സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ സെറ്റിന് വേണ്ട ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യണം. മീൻസ് അതിന് വേണ്ട ഏജിങ് കൊടുത്ത് എത്ര വർഷമാണ് ആ കോർട്ട് അവിടെ ഉണ്ടാകുന്നത്. ഇപ്പം 80 വർഷം. അപ്പം ഞാൻ ആ 80 വർഷമുള്ള ഒരു ഫീൽ കൊടുത്താൽ മാത്രമാണ് നമ്മൾ വിഷ്വലി കാണുമ്പം ഓഡിയൻസിന് കിട്ടുന്നത്. പക്ഷെ അതിൻ്റെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഇതുപോലൊരു സ്റ്റുഡിയോയ്ക്ക് അകത്തായിരിക്കും. വെളിയിൽ നിന്ന് കാണുമ്പോൾ അത് അറിയാത്ത രീതിയിൽ. കാരണം നമ്മുടെ കറുപ്പ് സിനിമയിലും അങ്ങനെയുള്ള കുറേ സെറ്റുകളുണ്ട്. അതെല്ലാം ഇനി വരുന്നേ ഉള്ളൂ. അതിനകത്തൊരു പഴയ, എനിക്ക് തോന്നുന്നു ഒരുപാട് ഓൾഡ് ഒരു കോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ സീക്വൻസ് ഉണ്ടെന്ന് തോന്നുന്നു ടീസറിൽ ചെറിയ കുഞ്ഞു കട്ട് ഒരു കോറിഡോർ. അത് നമ്മൾ എക്സ്റ്റീരിയർ ഷൂട്ട് ചെയ്താണ്. അതിന്റെ ഇന്റീരിയർ ഉണ്ട്. ഞങ്ങൾ എക്സ്റ്റീരിയർ ഈ പറഞ്ഞ കോയമ്പത്തൂർ ഒരു അഗ്രികൾച്ചർ കോളേജ് ഉണ്ട്, അവിടെ എക്സ്റ്റീരിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ഇന്റീരിയർ മൊത്തം നമ്മൾ ചെന്നൈയിൽ സെറ്റ് ഇട്ട് ഷൂട്ട് ചെയ്യാണ് ചെയ്തത്.
ഇനി നമുക്ക് സ്റ്റാർ ഓഫ് ദ ഷോയിലേക്ക് വരാം. സൂര്യ യെസ്, സൂപ്പർ. സ്വാഭാവികമായിട്ട് നമുക്ക് എവിടേക്ക് എത്തണം. എനിക്ക് അത് കഴിഞ്ഞ് നമുക്ക് ആർ ജെ ബാലാജി സംസാരിക്കും. അപ്പോൾ സൂര്യ സാറ് ഇപ്പം ഞാൻ പറയുന്നത് അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്ന കുറച്ച് സിനിമകളുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോൾ സൂര്യ പോട്ടർ ആവട്ടെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ജയ് ഭീം ആവട്ടെ, ഈ സിനിമകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ഫീസ്റ്റ് ബൈ ആർ ജെ ബാലാജി എന്നുള്ള രീതിയിൽ മാസ് പടം വരുന്നത്. ഈ മാസ് പടങ്ങളുടെ രീതിയിൽ നായകനെ എലിവേറ്റ് ചെയ്ത് കാണിക്കുക എന്ന് പറയുന്ന ഒരു ജെനുവിൻ പരിപാടി ഉണ്ടല്ലോ. മാത്രമല്ല ആർ ജെ ബാലാജി പറയുന്നത് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് ഓരോ 10 മിനിറ്റ് കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ വാക്കാട്ടോ, ഞാൻ പറഞ്ഞല്ല. അങ്ങനെയുള്ളൊരു എലിവേഷൻ പരിപാടികളുണ്ട്. അത് നമുക്ക് ഓൺ സെറ്റ്സ് പെർഫോം ചെയ്ത് കാണാൻ എങ്ങനെയുണ്ട്? ഞാൻ ഒരുപാട് ഹീറോസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും ഒക്കെ. പക്ഷേ ഒരു ഫ്രെയിമിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര പ്രസൻസ് കിട്ടുമെന്ന് പറയുന്നില്ല. അതായത് എനിക്ക് തോന്നുന്നു ആർ ജെ ബാലാജി ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിയുടെ ഒരുപാട് നമ്മൾ ഭയങ്കര ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പുള്ളി ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ആ കണ്ണിൽ ഭയങ്കര ഒരു പവർ ഉണ്ടെന്ന് പറയാം. നമ്മൾ ഈ സെറ്റൊക്കെ ഒരു ഫ്രെയിമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് അപ്പോൾ അതുവരെയും ഭയങ്കര നമുക്ക് തന്നെ ഓക്കെ നോർമൽ അത്ര ഉണ്ടാവും. പക്ഷെ ആ സ്ഥലത്തേക്ക് പുള്ളി വന്ന് നിൽക്കുമ്പോൾ അപ്പോഴാണ് അവിടെ ഒരു ഈ പറഞ്ഞ ഓറ അല്ലെങ്കിൽ ഒരു ഹെവി പ്രസൻസ്, ഭയങ്കര വിഷ്വൽ പ്രസൻസ് ആണ് പുള്ളി. അപ്പം നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ അതൊരു വേറൊരു വൈബാണ്. കാരണം സീരിയസ്ലി ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു സൂര്യ ഫാനാണ്. എനിക്ക് പുള്ളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആറു എന്ന് പറഞ്ഞിട്ട് പഴയ സിനിമയുണ്ട്, സൂര്യ സാറും തൃഷ ഇവർ രണ്ടും അഭിനയിച്ച ഭയങ്കര ഗംഭീര മൂവിയാണ്. അപ്പം അതെല്ലാം കണ്ട് അയൺ, സിംഗം ഇതൊക്കെ കണ്ട് നമ്മൾ ഭയങ്കര ഒരു ഫാനായ ഒരു വ്യക്തി. നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഹാപ്പിനെസ്സും ഒരു എന്താ പറയുക ഭയങ്കര സന്തോഷമുള്ള മൊമെന്റ്സ് ആയിരുന്നു. പിക്ക് ഉൾപ്പെടെ കണ്ടു. എനിക്ക് ഒരുപാടുണ്ട്. നമ്മൾ ഈ അതിൻ്റെ എന്താ പുറത്ത് വിടാൻ പറ്റാത്തതുകൊണ്ട് അതെ. പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു പിക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. എനിക്കതൊരു എന്താ പറയുക, ഒരു പക്ഷേ ഇനി അത് ലൈഫിൽ ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മൊമെന്റ് ഒരു പിക്ക് കിട്ടിയ മീൻസ് ഞങ്ങൾ ഷൂട്ട് നടന്നുകൊണ്ടിരുന്ന സമയത്ത് എപ്പോഴും കാണുമ്പോൾ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. എപ്പോഴും ഒരു ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള ഒരു നല്ല മനുഷ്യനാണ് ഞാൻ ഇത്രയും കണ്ടതിൽ. ഗംഭീര നമ്മളിപ്പം ഈ പറഞ്ഞ അഗരം ഫൗണ്ടേഷൻ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊന്നും അല്ല. ഇതിനൊക്കെ ഒരുപാട് മേഖലയിലാണ് പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ. ഓരോ ടെക്നീഷ്യൻസിൻ്റെ അടുത്ത് കാണിക്കുന്ന ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ഞങ്ങൾ പൂജ കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് തന്നെ ഈ സ്കെയിൽ വലുത്, സിനിമ വലുതാകുമ്പോൾ നമുക്ക് നല്ല പ്രഷറാണ്. അപ്പം നമ്മൾ ആ വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരിക്കും. ഇപ്പം ഇന്നിവിടെ ഷൂട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവില്ല. കാരണം ഞാൻ അടുത്ത സെറ്റ് അല്ലെങ്കിൽ അടുത്ത പ്ലാൻ, അടുത്ത പരിപാടികൾ അങ്ങനെ ആയിരിക്കും നമ്മളുടെ ട്രാവൽ പോകുന്നത്. അപ്പം നമ്മുടെ ടീം ലൊക്കേഷനിൽ ഞങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നേ പോകണ എന്നാലേ കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഈ പോകുന്ന റണ്ണിങ്ങിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മൾ പോകുമ്പോൾ സൂര്യ സാർ അവിടെ ഉണ്ട്, ആക്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടാവും. പക്ഷെ ചിലപ്പോൾ ഞാൻ വരുന്ന മോണിറ്റർ നോക്കുന്ന സമയത്ത് പുള്ളി ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ പിന്നെ നമ്മളത് പുള്ളിയെ ഡിസ്റ്റർബ് ചെയ്യാൻ പോവില്ല. നമ്മൾ അടുത്ത് ഓക്കെ മോണിറ്റർ നോക്കുന്നു, ഓക്കെ ആണ്, വിഷ്വൽ നല്ല വന്നിട്ടുണ്ട്, ജസ്റ്റ് DOP ആയിട്ട് സംസാരിക്കല്ലോ, ഓക്കെ അല്ലേ, ഓക്കെ സൂപ്പർ. അപ്പോൾ നമ്മൾ നമ്മുടെ പരിപാടിയായിട്ട് പോകും. എനിക്ക് തോന്നുന്നത് ഒരു ഫസ്റ്റ് സെക്കൻഡ് മീറ്റ് ഈ പൂജയെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാനിതുപോലെ അടുത്ത സെറ്റിലേക്ക് പോകുന്ന സമയത്ത് സെറ്റിൽ നിന്ന് നമ്മുടെ പിള്ളേർ വിളിക്കുന്നു, ചേട്ടാ പെട്ടെന്ന് വരണം, സൂര്യ സാർ കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓഹോ എന്താണെന്ന് അറിയില്ലല്ലോ. ഒന്നാമത് പടം തുടങ്ങി എനിക്ക് തോന്നുന്നു ഒരു 3 ദിവസം കഴിഞ്ഞേ ഉള്ളൂ. അപ്പം ഹെവി പ്രഷറാണ്. ഏതൊരു സിനിമയുടെയും ഒരു സ്റ്റാർട്ടിങ് ഒരു 4-5 ഡേയ്സ് എന്ന് പറയുന്നത് ഭയങ്കര പ്രഷറാണ്. ഒന്ന് സിങ്ക് ആകാൻ കറക്റ്റ്. നമുക്ക് ആ ഒരു DOP, ഡയറക്ഷൻ ഇവരെല്ലാമായിട്ട് നമുക്കൊരു സിങ്ക് വരാനും, പിന്നെ ഈ പ്രൊഡക്ഷൻ പുതിയതാണ്. അപ്പോൾ അവരുമായിട്ടുള്ള എല്ലാം എനിക്ക് അന്ന് ഞാൻ ഫസ്റ്റാണ്. അതെ അല്ല ഞാൻ ഫസ്റ്റാണ്. കാരണം ഇപ്പം നമുക്ക് ഓരോ പ്രൊഡക്ഷൻ ഹൗസും തുടക്കത്തിൽ നമുക്കൊരു ഇതുണ്ട്. ഇപ്പം നമ്മുടെ സ്വന്തം കമ്പനിയാണ്. കാരണം ഞാൻ അടുത്ത അവരുടെ കമ്പനിയിലാണ് കാർത്തി സാർ പടം ചെയ്തുകൊണ്ടിരിക്കുന്നത്, മാർസൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം പ്ലസ് നമ്മൾ സ്വന്തം ഫാമിലി പോലെ ഒരു കമ്പനിയാണ് ഡ്രീം വാരിയേഴ്സ്. അത്രയും ഒരു ഫ്രീഡം, അത്രയും നമുക്കും ആ ഒരു സ്പേസ് അവർ തരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം പുതിയതല്ല. അപ്പം അങ്ങനെ പെട്ടെന്ന് ഇവർ വിളിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചപ്പം തൊട്ട് പുറകെ നിന്ന് മാനേജേഴ്സ് വിളിക്കുന്നു, കമ്പനിയിൽ നിന്ന്. എങ്ങനെ പ്രൊഡക്ഷനിൽ നിന്നും വിളിക്കുന്നു, ഇങ്ങനെ സൂര്യ സാർ കാണണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ വിചാരിച്ചു എന്തോ പ്രശ്നമാണ്.
അപ്പോൾ അങ്ങനെ വണ്ടി തിരിച്ചു പെട്ടെന്ന് വന്നു, നേരെ അപ്പോൾ ഷൂട്ട് നടക്കുന്ന ലൊക്കേഷനിൽ വന്നിട്ട് ഞാൻ അപ്പോൾ പുള്ളി ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഗംഭീര സീനാണ്. ആ ട്രെയിലറിൽ ആ സോങ്ങിൻ്റെ എൻഡിലൊക്കെ കാണിക്കുന്നുണ്ട് ഒരു ഭയങ്കര ഹൈറ്റ്, ഒരു ടവറിന്റെ മണ്ടയിൽ നിന്നിട്ട് ഒരു സ്റ്റൈലൻ ലുക്കിൽ ഒരു സെക്കൻഡ് ലുക്ക്, ആ സെക്കൻഡ് ലുക്ക് അത് തന്നെ, ഭയങ്കര സ്റ്റൈലൻ ലുക്കിൽ ഇരുന്നിട്ട് ഒരു ചുരുട്ട് കത്തിച്ച് വലിക്കുന്ന ഭയങ്കര അതൊക്കെ നമ്മൾ നേരിട്ട് കാണണം, അയ്യോ ഒരു രക്ഷയില്ല. അപ്പോൾ ആ ലുക്കിൽ ഇരുന്നിട്ട് പുള്ളി ഇങ്ങനെ ഇത് കത്തിച്ച് നിൽക്കുന്നു, ഞാൻ അവിടെ ചെന്ന് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ പുള്ളി ജസ്റ്റ് അവിടുന്ന് വന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു സാർ എന്തൊക്കെയാണെന്ന് നമ്മൾ എത്ര കൂടെ വർക്ക് ചെയ്യണമെങ്കിൽ ആ സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു ഇതുണ്ട്. കാരണം അത്രയും നാൾ നമ്മൾ തിയേറ്ററിലും ടി വിയിലൊക്കെ കണ്ട ഒരു ഭയങ്കരമായ ഒരു ഹീറോയെ നമ്മൾ അടുത്ത് കിട്ടുകയാണ്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് വന്നു സംസാരിക്കുന്നു. പെട്ടെന്ന് തന്നെ പുള്ളി കൈ തന്നിട്ട് ഹഗ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ അതിൻ്റെ അവിടെ ഒരു കോവിൽ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കറുപ്പസ്വാമിയുടെ കോവിലും അതിൻ്റെ ഒരു ഭയങ്കര ഒരു ഏരിയ വിഷ്വൽ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഫാമിലി വന്നിരുന്നു, അപ്പം അച്ഛനും അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അത് ആ മൊമെൻ്റാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഗിഫ്റ്റ്, അല്ലെങ്കിൽ ഭയങ്കര അവാർഡ് കിട്ടുന്നു എന്നൊക്കെ പറയില്ല, അതുപോലുള്ളൊരു മൊമെൻ്റാണ്. അപ്പോൾ അത്രയും വലിയൊരു ഹീറോ നമ്മളെ വിളിച്ച് ആ ചെയ്ത വിഷ്വൽസ് സൂപ്പറാണെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് മുതൽ ഈ പറഞ്ഞ ലാസ്റ്റ് ഓഡിയോ ലോഞ്ച് വരെയും എപ്പോഴും കണ്ടാലും ഭയങ്കര സ്നേഹത്തിൽ ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്ന ഒരു മൊമെന്റ്സ് ഒരുപാടുണ്ട്. ഓഡിയോ ലോഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം നമ്മളിപ്പോഴും ഔട്ട് കണ്ടിട്ടില്ല, നമ്മളിപ്പോൾ ഈ ഔട്ട് എടുക്കുന്ന സമയത്ത് വരെ ഔട്ട് വന്നിട്ടില്ല. ഭയങ്കരമായ ഹൈപ്പ്, ജനസാഗരം. ആ ഒരു ഓഡിയോ ലോഞ്ചിൽ നമ്മൾ ചെയ്ത പടമായിട്ടാണ് ഇരിക്കുന്നത്. സ്റ്റേജിൽ ഡയറക്ടർ ആവട്ടെ, സൂര്യ സാർ ആരൊക്കെ വന്ന് സംസാരിച്ചെന്ന് ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ആ ഓഡിയോ ലോഞ്ച് എക്സ്പീരിയൻസ്? ഓഡിയോ ലോഞ്ച് ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഭയങ്കര മൊമെൻ്റാണ്. കാരണം നമ്മളൊരു 1.5 വർഷം 2 വർഷം ഈ സിനിമയുടെ പുറകെ ഹെവി പ്രഷറാണ്. നമ്മൾ ചില സമയങ്ങളിലൊന്നും ഉറക്കം പോലും കറക്റ്റായി കിട്ടാറില്ല. ഈ സോങ്ങിൻ്റെ പറഞ്ഞില്ലേ, ഈ സോങ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 6 to 9 ഒരു 350 മെമ്പേഴ്സിന് മേളിലാണ് ടെക്നീഷ്യൻ ക്രൂ വെച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നത്. കാർപ്പൻറ്റേഴ്സ്, പെയിൻറ്റേഴ്സ്, ഇത്രയും, അതായത് ഒരു 350-400ഓളം പേര് വരും ആ സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇവരെ ഇത്രയും പേരെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ എനിക്ക് ടീമുണ്ട്, 10-16 പേരുണ്ട്, അനൂപ്, മോനിഷ്, ഇവരെല്ലാം ഒരുപാട് പേര് ഇതിൻ്റെ ഹാൻഡിൽ ചെയ്യാനുണ്ടെങ്കിലും ഇതിൻ്റെ മേഖലയിൽ നമ്മൾ നിന്ന് കമാൻഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് ആ വർക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആവുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ഭയങ്കര മെൻ്റൽ പ്രഷറാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഓഡിയോ ലോഞ്ചിന് ചെന്നിരിക്കുന്ന ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാനിതിനു മുന്നേ ഈ മാവീരൻ മദ്രാസിയൊക്കെ നമ്മുടെ ഇവിടെ കോളേജിലായിരുന്നു, ചെന്നൈയിൽ സൈറാം കോളേജ് എന്ന് പറയും. അപ്പോൾ അവിടെ സൈറാമാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ 2 ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനും സൈറാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളപ്പോൾ അവിടെ ഒരു കവേർഡ് ഒരു സേഫായിട്ട് മീൻസ് അങ്ങനത്തെ ഒരു ഇതിനകത്താണ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു ഔട്ട്ഡോർ. മധുരയിൽ എന്ന് പറയുന്നത് ക്രൗഡ് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ മാസ് ക്രൗഡായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ടീമെല്ലാം ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മാനേജേഴ്സും ബൗൺസേഴ്സും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ടീമിന് പോലും എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഏകദേശം ഒരു 10-20 മിനിറ്റ് കറങ്ങി. എന്ന് വെച്ചാൽ പല എൻട്രികളാണ്. അപ്പോൾ ഇവരെ എനിക്ക് ഏറ്റവും അടുത്ത് കൊണ്ടുവരണം. അപ്പം ഞങ്ങളെല്ലാവരും അവിടെ എത്തി. ഞങ്ങളുടെ ഈ ടെക്നിക്കൽ ക്രൂ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്ത് കയറുമ്പോഴും ക്രൗഡ് ഒരു രക്ഷയില്ല. അതായത് 5 മണിക്ക് എന്തോ സ്റ്റാർട്ട് ചെയ്തതാണ്, 11-11:30 വരെയും ആ ക്രൗഡ് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഓരോരുത്തരും സ്റ്റേജിൽ സംസാരിക്കുമ്പോഴും ഈ നമ്മുടെ ചുറ്റുമുള്ള ഒരൊറ്റ സൗണ്ട് എന്ന് പറയുന്നത് സൂര്യ സാറാണ്. ഫുൾ ടൈം ക്രൗഡിൽ നിന്ന് ആ ഒരു വോയിസ് മാത്രമാണ് എപ്പോഴും കേട്ടത്. ഞാനിരിക്കുന്ന, അതായത് ഞങ്ങളെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾക്കൊരു സെപ്പറേറ്റ് ഒരു സ്പേസ് ഉണ്ട്. അപ്പം ആ സ്പേസിൽ ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ട് സൈഡിൽ ഒരു എല്ല് പോലെ ക്രൗഡുണ്ട്. ഭയങ്കര അവരിങ്ങനെ എപ്പോഴും സൂര്യ സാർ ഒന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് പുള്ളി ഇവർക്ക് വേണ്ടി മാത്രമായിട്ട് ഇറങ്ങി ഫുള്ളി ജസ്റ്റ് ഈ ക്രൗഡിൻ്റെ സൈഡിൽ കൂടെ എല്ലാം നടന്ന് അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഭയങ്കര കുറേ മൊമെൻറ്റ്സ് ഉണ്ടായി. പിന്നെ ഞങ്ങളെല്ലാം ജസ്റ്റ് കേട്ട ഒരു സോങ് ആണെങ്കിൽ പോലും ഞങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു സോങ്
ഓഡിയോ ലോഞ്ചിലാണ് പുറത്തു വന്നത്. അപ്പൊ അത് ഭയങ്കര രസമുള്ളൊരു സോങ് ആണ്. ടീസറിൽ പ്ലേ ചെയ്ത സോങ്ങിന്റെ എക്സ്റ്റൻഡഡ് വേർഷൻ അല്ലാണോ? അല്ലല്ല, അല്ലാണ്ട് ഒരു ഒരെണ്ണവും കൂടി ഉണ്ട്. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ഭയങ്കര രസമുള്ളൊരു, നമുക്കെല്ലാം ഒരു ഫീല് വരുന്നൊരു കറുപ്പുസ്വാമിയുടെ സോങ് ആണ്. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് ഒരു പക്ഷേ കറുപ്പുസ്വാമിയുടെ സോങ് എന്ന് പറഞ്ഞ് കേൾക്കാൻ പറ്റുന്ന, എനിക്ക് ആ സിംഗറെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കക്ഷിയാണ്. പുള്ളി കറുപ്പുസ്വാമിയുടെയൊക്കെ മെയിൻ സോങ് എല്ലാം പാടുന്ന കക്ഷിയാണ്. പുള്ളിയാണ് ആ സോങ് പാടിയേക്കുന്നത്. സായി തന്നെയാണ് ചെയ്തേക്കുന്നത്. പക്ഷെ ഇതുവരെ ചെയ്തു വന്ന പാറ്റേണിൽ നിന്ന് കുറച്ചുകൂടെ ഒരു ട്രഡീഷണൽ, കുറച്ചുകൂടെ ഈ ഗ്രാമം ബേസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഫീൽ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഗോഡ് മൂഡ് സോങ് ആണെങ്കിലും അത് കുറച്ച് കുറവാണ്. മീൻസ് അതിലും വേറെ ഒരു എലമെൻ്റ് എല്ലാം കുറച്ച് നമുക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ന്യൂജൻ കുറച്ച് മിക്സാണ്. പക്ഷെ മറ്റേതിൽ അങ്ങനെയല്ല, മറ്റേത് ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. അതെല്ലാം ഓഡിയോ ലോഞ്ചിലായിരുന്നു പ്രസൻ്റ് ആയത്. പിന്നെ ഓഡിയോ ലോഞ്ചിൽ എനിക്ക് തോന്നുന്നു മലയാളി സാന്നിധ്യം ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു. സ്വാസിക ഉണ്ടായിരുന്നു, മലയാളിയാണ്. പിന്നെ അതുപോലെ അനഘ, നമ്മുടെ ആലപ്പുഴ ജിങ്കാനയിലെ പുള്ളിക്കാരി ഇതിൽ ഒരു ഗംഭീര റോള് ചെയ്യുന്നുണ്ട്. പിന്നെ ശിവദ, നമ്മുടെ സുമതി ഉളവിലെല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ ഈ പറഞ്ഞ ഒരു കുറേ പേര് മലയാളികൾ. പിന്നെ ഇന്ദ്രൻ ചേട്ടനുണ്ട്. ഇന്ദ്രൻ ചേട്ടനെ പറ്റി ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഇന്ദ്രൻ ചേട്ടൻ എന്താ പറയാ, അവിടെ ഇന്ദ്രൻ ചേട്ടനെ പറ്റിയിട്ട് അത് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു മലയാളി അവിടെ വന്ന് കയ്യടി വാങ്ങുന്ന ഒരു ഗംഭീര മൊമെന്റ്സ്, ഷൂട്ട് പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് തന്നെ സൂര്യ സാർ വരെ ഇങ്ങനെ നോക്കി നിന്ന മൊമെന്റ്സ് ഉണ്ട്. ഗംഭീര ആക്ടറാണ്. അത് ഇവിടെ അത്രയും കിടിലനായിട്ട് തെളിയിച്ച വ്യക്തിയാണ്. പക്ഷെ പുള്ളി തമിഴിലും വന്നിട്ട് അത് വേറെ ലെവൽ ബ്ലാസ്റ്റ് എന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ അതിനകത്ത് കുറേ ബ്ലാസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ പുള്ളി വന്ന് പെർഫോം ചെയ്ത് ബ്ലാസ്റ്റ് ചെയ്ത്. സൂര്യസേന എത്ര ലുക്ക് ഉണ്ട് ഈ പടത്തിൽ? അത് വെളിയിൽ പറയാൻ പറ്റും. അത് കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെപ്പോഴും നമ്മൾ എന്ത് സംസാരിച്ചാലും ഇങ്ങനെ ഒരു ചെറിയ ഒരു അതെ ഞാൻ കറുപ്പുസ്വാമിയുടെ കാര്യങ്ങൾ തന്നെ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ആ സൂര്യ സാർ അതെ മൊത്തത്തിൽ വന്നു. പ്ലസ് ഓഡിയോ ലോഞ്ച് സൂര്യ സാർ തന്നെ പറഞ്ഞു, ഞാൻ അല്ല പുള്ളിയാണ് ഇതിന്റെ മെയിൻ ഇതെന്നുള്ളത്. അപ്പൊ അത് നമുക്കും ഭയങ്കര. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു കേട്ടോ, ഭയങ്കരൻ ഒരു പക്ഷേ കുറെ ഗംഭീര മൊമെന്റ്സ് ഉണ്ടാവും, കിട്ടില്ലൻ മൊമെന്റ്സ്. അതുപോലെ നമ്മൾ ഒരുപാട് സിനിമയെ പറ്റി പറയാനും പാടില്ല, എന്നാലും മലയാളി പ്രേക്ഷകർക്ക് പോലും ഇഷ്ടപ്പെടുന്ന നല്ല മൊമെന്റ്സ് ഉണ്ട്. നമ്മൾ സ്ഥിരം തമിഴ് സിനിമകൾ കാണുന്നതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. കാരണം അങ്ങനെയുള്ള ടെക്നിക്കൽ സൈഡ് ആണെങ്കിൽ പോലും അങ്ങനെയുള്ള എലമെന്റ്സുകൾ ഒരുപാടുണ്ട്. ഈ പറഞ്ഞ പോലെ GK വിഷ്ണു എന്ന് പറയുന്ന ഒരു മാജിക്, അത് ഒരിക്കലും എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഭയങ്കര ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ഞാനും പഠിക്കാനുള്ള ഒരു നമ്മൾ ഓരോ സിനിമകളും നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആർട്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കേണ്ട സാധനമാണ്. നമുക്കൊരിക്കലും അതൊരു പൂർത്തിയാകാത്ത സംഭവമാണ്, ഒരിക്കലും പൂർത്തിയാകത്തില്ല. നമ്മൾ ഇന്ന് ചെയ്യുന്ന സിനിമകൾ, ഇന്ന് ചെയ്യുന്ന സെറ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇന്ന് ചെയ്ത വിഷ്വൽസ് ആയിരിക്കില്ല അടുത്ത സിനിമയ്ക്ക്. നമ്മൾ ഇന്ന് ചെയ്ത വിഷ്വൽസ് ഒരിക്കലും വരാൻ പാടില്ല അടുത്ത സിനിമയ്ക്ക്. അങ്ങനെയുള്ള കുറേ പുതിയ സംഭവങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം GK വിഷ്ണു എന്ന് പറയുന്ന ഒരു DOPയുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, ഈ പറഞ്ഞ എപ്പോഴും നമ്മൾ ഭയങ്കര റിയലിസ്റ്റിക് അല്ലെങ്കിൽ ആ ഒരു റിയൽ ഫീൽ വേണം എന്ന് ആഗ്രഹിച്ചിരുന്ന സ്ഥലത്ത് നിന്നും ഞാനൊരു വലിയ സ്കെയിലിലേക്ക് ചിന്തിച്ച് ആ സ്കെയിലിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഒരു പക്ഷേ GK വിഷ്ണു എന്ന് പറയുന്ന DOPയുടെ കൂടെ നല്ലൊരു ഗംഭീര ഫ്രണ്ടിനെ കിട്ടി. അത് തീർച്ചയായിട്ടും ഇപ്പോഴും വിളിക്കുന്നുണ്ട്. ഇപ്പോൾ പുള്ളി ഷൂട്ടിലാണ്, മുംബൈയിലാണ്. ഞങ്ങളിപ്പോഴും കീപ്പ് ആൻഡ് ടച്ചിൽ നിൽക്കുന്നുണ്ട്. പുള്ളി ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു ഇപ്പോൾ അങ്ങോട്ട് ചെല്ലാനായിട്ട്. ഇപ്പോൾ രാഖ അല്ലു അർജുൻ ഭയങ്കര, അവര് എനിക്ക് തോന്നുന്നു ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്, ഭയങ്കര ഫ്രണ്ട്സ് ആണ്. നമുക്ക് കാണാൻ പറ്റും ഡയറക്ടർ തമ്മിലുള്ള ഒരു സിങ്ക് കിട്ടാൻ. വില്ലൻ എങ്ങനെയുണ്ട് കേട്ടോ? RJ ബാലാജി നല്ല ആക്ടറാണ്, സൂപ്പർ ഡയറക്ടറുമാണ്. ഈ പറഞ്ഞ പോലെ പുള്ളി എപ്പോഴും ഭയങ്കര സിമ്പിളാണ്. അതായത് ഫുൾ ടൈം നമ്മൾ ഈ ക്രിക്കറ്റ് കമന്ററി പറയുന്ന പോലെ അതേ സെയിം തന്നെയാണ് പുള്ളി ലൊക്കേഷനിൽ.
പുള്ളി ഭയങ്കര പുള്ളി വില്ലൻ പരിവേഷത്തിലേക്ക് വരുമ്പോ എങ്ങനെയുണ്ടായിരുന്നു? പുള്ളി അങ്ങനെ ഇത് നമ്മളിതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് പുള്ളി സിനിമ കണ്ടാലാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് പുള്ളി എന്താണ് പുള്ളി. സുധീർ ആർജെ ബാലാജിയുടെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് സുധീർ ബാലാജിയോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു നെഗറ്റീവ് റോളായിട്ട്. ഞാൻ ക്യാരക്ടർ എന്ന് പറഞ്ഞു. അതെ, ഞാനത് ആലോചിക്കുന്നത് നമ്മൾ പുള്ളി കിട്ടലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നല്ല ഗംഭീര ആക്ടറാണ്. അത് നമ്മൾ ടീസർ കാണുമ്പോൾ 3 ബാക്ക് ഷോട്ട്സ്. അതെ അതെ നമുക്ക് മനസ്സിലാവും. അതെ, പക്ഷെ പുള്ളി നായകനായിട്ടും പടം ചെയ്തിട്ടുണ്ട്. അതെ, പുള്ളി LKG മുക്കുത്തിയമ്മ. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പുള്ളി ഏത് കോമഡിയാണ് പുള്ളി കിട്ടലാനായിട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പുള്ളിക്ക് പുള്ളിയുടെ കോമഡി വേഷങ്ങൾ ഒട്ടും ഇഷ്ടമല്ല. ലൈക്ക് ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പുള്ളി എനിക്ക് ഹ്യൂമർ ക്രാക്ക് ചെയ്യുന്നതിനെ പറ്റി എനിക്കും 2-3 വിഷയങ്ങളുണ്ട് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ തന്നെ പടം ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ കുഴപ്പമില്ല. പക്ഷെ പുള്ളി ഒരു എപ്പോഴും ഭയങ്കര പോസിറ്റീവ്, ഭയങ്കര എനർജി ആയിട്ട് നിൽക്കുന്ന ഒരു കക്ഷിയാണ്. ഇപ്പോൾ ഷൂട്ട് തുടങ്ങിയാലും രാത്രി 12 മണിയായാലും പുള്ളി നല്ല ഫൺ മൊമെന്റ്സ് ലൊക്കേഷനിലും ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെപ്പോഴാണെങ്കിലും ക്യാമറയുടെ ആംഗിൾ ഇങ്ങനെ തിരിഞ്ഞ് പോകുമ്പോൾ ഇങ്ങനെ ABCDE, അതായത് ഇങ്ങനെ കൗണ്ട് കൊടുക്കുന്നതനുസരിച്ച് ക്യാമറയുടെ ആംഗിൾ ഇങ്ങനെ തിരിഞ്ഞു പോകും. ഇതാണ് മൊമെന്റ്. പുള്ളി അവിടെ ഇങ്ങനെ ഈ ABCD വരെ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ പുള്ളി അവിടെ ABCDEFGHI പോട്ടെ, ഇങ്ങനെ മീൻസ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പുള്ളി എപ്പോഴും ഓഡിയൻസിനെ ഒരു മൊമെന്റ്, ഇപ്പം നമ്മൾ കമന്ററി കേൾക്കൂലേ അതേ മൂഡിൽ തന്നെ ഓരോ കാര്യങ്ങൾ അപ്പൊ ഓരോന്ന് ചെയ്തോണ്ട്. ആർജെ ബാലാജിയുടെ ഫിലിം പേസിംഗ് സ്പീഡ് അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം പുള്ളി ഇങ്ങനെ ഓക്കെ കഥ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്ലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് കൊടുക്കാം, അത് കഴിഞ്ഞ് ക്യാരക്ടേഴ്സിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി 5 മിനിറ്റ് കൊടുക്കാം, അങ്ങനെയൊന്നുമില്ല. പുള്ളി ഫട്ടാഫട്ടാണ്. അതിപ്പോ നമ്മള് പുള്ളിയുടെ കുറെ സിനിമകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ലൈക് കറുപ്പും അതേപോലെ ഫാസ്റ്റ് പേസ്ഡ് മസാല ആ ഒരു ജോണറിൽ പിടിക്കുന്ന ഒരു പടമായിട്ടാണ് ടീസർ നൽകുന്നത് ഫീൽ. കറുപ്പ് പക്ഷെ ഞാൻ അതാ പറയുന്നത്, കറുപ്പ് കുറെ നമ്മള് ടീസറിൽ കാണുന്നതിനേക്കാളും ഒക്കെ കുറെ സംഭവങ്ങളുണ്ട് വ്യത്യാസമായ. ഞാൻ പറഞ്ഞില്ലേ, നമുക്കിപ്പോൾ ടീസറിൽ കാണുന്നത് മലയാളി ഓഡിയൻസിന് ഒരു പക്ഷേ ഇച്ചിരി ഇഷ്ടം കുറയാൻ സാധ്യത. കാരണം നമ്മൾ മലയാളി ഓഡിയൻസ് എപ്പോഴും ഈ റിയലിസ്റ്റിക് അല്ലെങ്കിൽ ആ ഒരു ഇപ്പം നമ്മളിവിടുത്തെ ഹിറ്റ് സിനിമകളൊക്കെ എടുത്താൽ അറിയാം, ഭയങ്കര ലൈഫുള്ള അല്ലെങ്കിൽ ആ ഒരു അങ്ങനത്തെ മൂവികളാണ് നമ്മളെപ്പോഴും ഭയങ്കരമായിട്ട് ഇഷ്ടം. പുലിമുരി, അതെ, ഫസ്റ്റ് അതെ, അല്ല മാസാണെങ്കിലും അതിനകത്തൊരു ലൈഫുണ്ട്, ആ ഒരു സ്റ്റോറി ബേസ്, ഇമോഷണൽ കണക്ഷൻ ഉണ്ട്, പുള്ളിയുടെ ഫാമിലി അവിടെ സംഭവിക്കുന്ന അതിൽ നിന്നുമാണ് ആ ഒരു മാസിലേക്ക് കയറുന്നത്. അവിടെയാണ് പോയിന്റ്. അതായത് നമുക്ക് കാണുമ്പോൾ എവിടെയെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ ലൈഫിൽ, ഒരു റിയൽ ഫീൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ മാസിലേക്ക് കയറാൻ കാരണമായിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള എലമെന്റ്സ് നമ്മൾ ഈ തമിഴ് സിനിമകളിലൊക്കെ കുറവായിരിക്കും. ചില സമയങ്ങളിലൊക്കെ മാസ് ഉണ്ടാവും, പക്ഷേ ആ സംഭവങ്ങൾ എലമെന്റ്സ് എന്തെങ്കിലും. പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഉണ്ട്, എല്ലാം കൂടി വരുന്ന ഒരു പാക്ഡ് പരിപാടിയാണ് കറുപ്പ്. ഡാഡീസ് ഹോം എന്നാണ് ഡാഡീസ് ഹോം, അതെ, ഡാഡീസ് ഹോം ആയിരിക്കും. അതെ അതെ, ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമ്മളൊരു സിനിമയിൽ എത്രയൊക്കെ വിഷ്വൽ ഹാർഡ് വർക്ക് ചെയ്ത് എത്ര വലിയ വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും കാര്യമില്ല. ആ സിനിമ തിയേറ്ററിൽ വന്ന് ആ സിനിമ തിയേറ്ററിൽ ആൾക്കാർ അംഗീകരിച്ച് അതൊരു വലിയ വിജയമായി തീരുമ്പോഴാണ് ആ സിനിമയിൽ വർക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഹാപ്പിനെസ്. ഒരു ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ ചെയ്തു വന്ന സിനിമകളെല്ലാം മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് പോയിട്ട് വന്നതെല്ലാം വലിയ സിനിമകളാണ്. ഫസ്റ്റ് തന്നെ മാവീരൻ, ആർട്ടിന് അത്യാവശ്യം ഒരുപാട് വർക്ക് ചെയ്യാനുള്ള, നേരത്തെ ചോദിച്ചില്ല അതെല്ലാം സെറ്റായിരുന്നു എന്ന്. അപ്പോൾ അത്രയും റിയൽ ഫീൽ എനിക്ക് തോന്നുന്നു. ഒരു ബിൽഡിംഗ് പൊട്ടിപ്പൊളിയുന്ന പരിപാടികളെന്ന് നമ്മൾ ഇതുവരെ, ഞാനും ആദ്യമായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനു മുന്നേ ഞങ്ങൾ റെഫർ നോക്കിയപ്പോഴും അങ്ങനെ ഒരുപാടൊന്നും ഇന്ത്യൻ സിനിമയ്ക്കകത്ത് കുറവായിരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ ആ ഒരു വിഷ്വൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്താണ് ആ പരിപാടി ചെയ്തത്. അത് കഴിഞ്ഞ് എനിക്ക് കിട്ടിയത് AR മുരുകദാസ് സാറിൻ്റെ, ഈ പറഞ്ഞൊരു വലിയ സീനിയർ ഡയറക്ടറിൻ്റെ കൂടെ മദ്രാസി കാണുമ്പോൾ ഞാൻ ചോദിക്കാൻ വെച്ചിട്ടുണ്ടെന്നാണ്. നമ്മുടെ അതിന്റെ ഫസ്റ്റ് സീൻ ഉണ്ടല്ലോ, മറ്റേ ഒരു കാറുകൾ ഇടിച്ചിടിച്ച്
ഞാനൊരു BTS കണ്ടത്, അത് നിങ്ങൾ ക്രാക്ക് ചെയ്തപ്പോ നിങ്ങൾ സെറ്റ് എല്ലാം കൂടെ തുള്ളി ചാടുന്നു. അത് അതായത് എനിക്ക് തോന്നുന്നു ആ മൊമെന്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 ദിവസത്തോളമുള്ള വർക്കാണ്. റിയൽ ടോൾ ഗേറ്റ് എടുത്തിട്ട് റിയൽ ടോൾ ഗേറ്റ് എടുത്ത് റിയൽ ടോൾ ഗേറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്ത് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്നും ആ റോഡിന്റെ ഡിവൈഡർ നമുക്ക് വേണ്ടി ഒരു പോർഷൻ ക്രിയേറ്റ് ചെയ്താണ് ആ സെറ്റ് ഷൂട്ട് ചെയ്യുന്നത്. അതായത് ഒറിജിനൽ ടോൾ ഗേറ്റ് അവിടെ ഉണ്ട്, പക്ഷെ ആ ഒറിജിനൽ ടോൾ ഗേറ്റിന്റെ അവിടെ നിന്നും നമുക്ക് വേണ്ടി ഒരു ഷൂട്ടിംഗ് സ്പേസ് ക്രിയേറ്റ് ചെയ്തു. ആ ഷൂട്ടിംഗ് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു റെഡ് ഹിൽസ് എന്ന് പറയും. കുറച്ച് എനിക്ക് ചെന്നൈയിൽ നിന്നും ആന്ധ്ര പോകുന്ന എൻ്റെ ബോർഡറാണ്. അപ്പോൾ അവിടെ ഇച്ചിരി ഈ ട്രാഫിക്കൊക്കെ ഇച്ചിരി കുറവുള്ള ഒരു പുതിയ ഹൈവേ ആയിരുന്നു അതിനകത്ത്. അപ്പോൾ അതിൻ്റെ DOP മലയാളിയാണ്, സുദീപ് എളമൺ, അയ്യപ്പനും കോശിയുടെ DOP. അപ്പോൾ ഒരു 10-15 കാറുകളാണ് കനോൺ ബ്ലാസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പക്ഷേ അത് വിഷ്വൽ മിസ്സായി കഴിഞ്ഞാൽ ഹ്യൂജ് ലോസാണ്. അപ്പോൾ അതിൻ്റെ പ്രഷർ ഭയങ്കര ഹെവിയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന ഓരോ ടെക്നീഷ്യനും ആ പ്രഷർ, ഇപ്പം നമ്മൾ ഉൾപ്പെടെ. അപ്പോൾ അതിൽ നമുക്കും ഉള്ള ചലഞ്ച് എന്ന് പറയുന്നത് ഇവരെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളും ഇതിൻ്റെ കൂടെ നിൽക്കണം. ഫൈറ്റ് മാസ്റ്ററിൻ്റെ കൂടെ ഉണ്ടാവണം, DOPയുടെ കൂടെ ഉണ്ടാവണം, ഇവരെല്ലാവരെയും കൂടെ നമ്മൾ കണക്റ്റഡ് ആയിട്ട്. അതിനകത്ത് ക്യാമറയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഒരു കേസ് ഉണ്ടാക്കി കേസിനകത്ത് സെറ്റ് ചെയ്ത്, അപ്പോൾ ക്യാമറയെ സേഫ് ആയിരിക്കണം. എന്തെങ്കിലും ഇടിച്ച് അതിനെ ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്ലാസ്റ്റ് ചെയ്യുന്നതിനകത്ത് ക്യാമറ അത്രയും അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട നമ്മളാണ്. അപ്പോൾ ഇതെല്ലാം ഭയങ്കര സേഫ് ആയിരിക്കണം. പിന്നെ ആ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു സേഫ്റ്റി ആയിട്ട് ഒരു ഗ്രില്ല് സെറ്റ് ചെയ്ത് അതാണ് വന്ന് ഇടിക്കുന്നത്. അതിനകത്ത് പെട്ടെന്ന് വന്നിറങ്ങിയിട്ട് ഷട്ടർ ഓപ്പൺ ചെയ്തിട്ട് ഇവർ വെളിയിലേക്ക് ഇറങ്ങുന്ന സീക്വൻസ് ഉണ്ട്. ഇത്രയും ആൾക്കാരുടെ ഹെൽമറ്റ്, ഈ അവരുടെ അതായത് കോസ്റ്റ്യൂം കൊടുക്കുന്നതിൻ്റെ കൂടെ നമ്മളുടെ സൈഡിൽ നിന്നും ഗണ്ണ് സപ്ലൈയും അതുപോലെ ഹെൽമറ്റ് അങ്ങനത്തെ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് സിങ്ക് ആയിരിക്കണം ഈ സീക്വൻസ് ഷൂട്ട് ചെയ്യാൻ. ഇതിലേതെങ്കിലും ഒരു സൈഡിൽ നിന്ന് എന്തെങ്കിലും മിസ്സായാൽ, ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ ആ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇവർ വന്ന് നിർത്തിയിട്ട് ഷട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ ആയില്ലെങ്കിലും തീർന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഫസ്റ്റ് ടേക്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് സിങ്കായി. ഗംഭീര ഷോട്ടായിരുന്നു. അതിൻ്റെ ടൈമിങ്, ആ സിനിമയുടെ സ്കെയിൽ കാണിക്കുന്നൊരു ഹെവി ഷോട്ടാണ്. അതിൻ്റെ ഫൈറ്റ് മാസ്റ്റർ അതിൽ എനിക്ക് തോന്നുന്നു പുള്ളി തുടക്കക്കാരനാണ്, കെവിൻ എന്ന് പറഞ്ഞിട്ട്, സ്റ്റണ്ട് ശിവ മാസ്റ്ററിൻ്റെ മകനാണ്. ചെറിയ പ്രായത്തിൽ ഹെവി പടങ്ങളാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ വർക്കിലേക്ക് വരും. അടുത്ത പടം അത് പറയും. അടുത്ത ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവില് മാർസൽ എന്ന് പറഞ്ഞിട്ട് കാർത്തി സാറിന്റെ, തമിഴ് സാർ ഡയറക്ടർ, ഡ്രീം വാരിയേഴ്സിന്റെ. അത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 60 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞു. രാമേശ്വരമാണ് ഷൂട്ട്. ഒരു 1965 കഥയാണ്. വന്നു പൂജ കഴിഞ്ഞു, അതിന്റെ അനൗൺസ്മെന്റ് വന്നു. പക്ഷെ എന്നാലും പോസ്റ്റേഴ്സ് ഒന്നും അങ്ങനെ വലിയ നമ്മൾ അങ്ങനെ ഇതിലേക്ക് പോയില്ല. 65 കാലഘട്ടത്തിലെ രാമേശ്വരത്തെ ഒരു സ്റ്റോറി ബേസ് ആണ്. അത്യാവശ്യം നല്ല വർക്ക് ഉണ്ട്. കാരണം നമുക്ക് പീരീഡ് ആയതുകൊണ്ട് 65 കാലഘട്ടം ആയതുകൊണ്ട് തന്നെ നല്ല സെറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഇപ്പം അതിനകത്തേക്ക് ഒരു വലിയൊരു സെറ്റ് ഇട്ട് നിർത്തിയേക്കാണ്. ഇനി ഷൂട്ട് തുടങ്ങാനാണ് ബാക്കിയുള്ളത്. ഒരു 65 രാമേശ്വരത്തിലൊരു ഇപ്പൊ 2 ഷെഡ്യൂൾ കഴിഞ്ഞു. ഒരു ഷെഡ്യൂൾ രാമേശ്വരവും ഒരു ഷെഡ്യൂൾ തൃച്ചിയിലും, 2 ഷെഡ്യൂൾ കഴിഞ്ഞു. ഇനി അടുത്ത് വീണ്ടും രാമേശ്വരത്ത് ഇനി ഒരു വലിയ ഷെഡ്യൂൾ ഉണ്ടാകും. അപ്പൊ അതിന് ഹീറോയുടെ ഒരു ഗ്രാമം തന്നെ സെറ്റാണ്. ഒരു 125-130ഓളം വീടുകളൊക്കെ ആയിട്ട് ഒരു ഫുൾ ഗ്രാമം മൊത്തം സെറ്റ് ഇട്ടേക്കാണ് രാമേശ്വരം. അപ്പൊ ഇനി അടുത്ത ഷെഡ്യൂൾ അവിടെ തുടങ്ങും. പിന്നെ അടുത്ത ഇനി ചെയ്യാൻ പോകുന്നത് സെയ്യോൺ, വീണ്ടും അതായത് 3ാമത്തെ ചിത്രം SKയുടെ കൂടെ, ശിവാർത്തിയുടെ 3ാമത്തെ രാജ്കമൽ പ്രൊഡക്ഷൻസ്. അത് ഈ പറഞ്ഞ കണക്ക് എല്ലാവർക്കും വലിയൊരു ഒരു ഹാപ്പിനെസ് ആണ്. കാരണം വലിയൊരു പ്രൊഡക്ഷൻ കമൽഹാസൻ സാറിൻ്റെ കമ്പനിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വലിയ പ്ലസ് ആണ്. പ്ലസ് അതിൻ്റെ ഡയറക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡയറക്ടറാണ്. തായ്ക്കളവിയുടെ ഡയറക്ടറാണ് ശിവ എന്ന് പറഞ്ഞിട്ട്. പുള്ളിയുടെ ആ സ്റ്റോറി നരേഷൻ തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഗംഭീര സ്റ്റോറിയാണ്. ഒരുപാട് എനിക്ക് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ആർട്ടിന് നല്ല വർക്കുണ്ട്. വീണ്ടും കറുപ്പ് പോലെ തന്നെ വലിയൊരു സ്കെയിലിൽ ചെയ്യാൻ പോകുന്ന ഒരു വലിയ സിനിമയാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റോറിയെല്ലാം നല്ല സിനിമയായിരുന്നു. ഞാനും കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
ഭയങ്കര Surprise hit ആയിരുന്നു actually. അതെ 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 അങ്ങനെ ഒരു ചെറിയ സിനിമ പക്ഷെ രസകരമായിട്ട് മേക്ക് ചെയ്ത് പുള്ളി അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ പറയും ഉങ്ങളോட കറുപ്പുസ്വാമി ഇതാ നാങ്ക അപ്പടിയേ തൂക്കി കറുപ്പുസ്വാമി നമ്മുടെയാണല്ലോ, അതായത് യഥാർത്ഥത്തിൽ കറുപ്പുസ്വാമി മലയാളിയാണ്, കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് അങ്ങനെ ഒരു ചെറിയ കണക്ഷൻ ഉണ്ട് കറുപ്പുസ്വാമിയെ. അപ്പം ഞങ്ങളുടെ ഇതിൻ്റെ ഇടയ്ക്കും ഈ കറുപ്പുസ്വാമിയെ ഞാൻ ചെയ്യുന്ന സമയത്ത് പറയും, ഓ നിങ്ങൾ മലയാളി കറക്റ്റ് കറുപ്പുസ്വാമിക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചുമ്മാ സംസാരിക്കുന്ന കൂട്ടത്തിലൊക്കെ പറയാറുണ്ട്. ഞാൻ അതിലൊരു ഏറ്റവും വലിയ മൊമെൻ്റ് എന്ന് പറയുന്നത് ആ പടം കാണുമ്പോൾ അതിനകത്തൊരു കറുപ്പുസ്വാമിയുടെ ഒരു വിഗ്രഹമുണ്ട്. അതാണ് ഈ സൂര്യ സർ വന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് അമ്പലം. അതെ 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 പുള്ളി അതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഞങ്ങൾ ഫസ്റ്റ് ഒരു കറുപ്പുസ്വാമിയുടെ വിഗ്രഹം ചെയ്യുന്നത്. അപ്പം ഞാനത് സാധാരണ എപ്പോഴും തമിഴ്നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ ഈ വിഗ്രഹങ്ങൾ വാങ്ങിക്കാൻ കിട്ടും, നമ്മുടെ അവിടെ ഇതിനു വേണ്ടി ഒരു സ്ഥലമെല്ലാം ഉണ്ട്. പക്ഷേ എനിക്കിതെല്ലാം പോയി കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ ഇതിനെ ഡിസൈൻ ചെയ്ത് നമ്മൾ പാലക്കാട്ട് നിന്ന് അമ്പലങ്ങളിലേക്ക് വിഗ്രഹങ്ങൾ കൊത്തുന്ന ഒരു ടീമുണ്ട് പാലക്കാട്ട്. അപ്പോൾ അവിടെ നിന്നും അവരോട് സംസാരിച്ച് ഈ ഡിസൈൻ അവർക്ക് കൊടുത്ത് മെഷർമെൻ്റ് എല്ലാം കൊടുത്തിട്ട് ഒരു അമ്പലത്തിലേക്ക് എങ്ങനെയാണോ ഒരു വിഗ്രഹം കൊത്തി കൊണ്ടുപോകുന്നത് അതുപോലെ ഒരു പാറയെ പൂജ ചെയ്ത്, ഞാനും ഇച്ചിരി വിശ്വാസിയാണ് കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂജയെല്ലാം ചെയ്ത് അത്രയും ഇതിലാണ് നമ്മൾ ആ വിഗ്രഹം നേരെ കോയമ്പത്തൂർ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കൊണ്ടുവന്നും ഞങ്ങൾ ആ വിഗ്രഹം അതിൻ്റെ പ്രതിഷ്ഠ സമയത്ത് ഞങ്ങൾ ഈ ക്ഷേത്രത്തിലൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ചെയ്യുമ്പോൾ കാണുന്ന പോലെ തന്നെ അത്രയും ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ വ്രതം എടുത്ത് നിന്ന് ഞാനും വ്രതത്തിലായിരുന്നു, എൻ്റെ ടീമും വ്രതത്തിലായിരുന്നു. ഞങ്ങൾ ആ പീഠമെല്ലാം സെറ്റ് ചെയ്ത് ആ കറുപ്പുസ്വാമിയെ അതിനകത്തേക്ക് സെറ്റ് ചെയ്ത് ഒരു അമ്പലത്തിൻ്റെ ഇത് ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ഒരു ഫീൽ ഉണ്ടായിരുന്നു, ഒരു ഒറിജിനൽ കറുപ്പുസ്വാമിയാണ് അല്ലെങ്കിൽ ഒരു ഷൂട്ടിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ പോലും അതിൻ്റെ മേളിൽ ചെരുപ്പൊന്നും ഇട്ട് കയറാനോ അങ്ങനെയൊക്കെ ഞാനും ഇച്ചിരി സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ നമ്മളെ ടീമിൻ്റെ അടുത്താണെങ്കിലും പറയും മാക്സിമം വ്രതം എടുത്താൽ നല്ലത്, നോൺ വെജ് ഒന്നും കഴിച്ചിട്ട്. അപ്പം തമിഴ്നാട്ടിൽ യഥാർത്ഥത്തിൽ കറുപ്പുസ്വാമിയുടെ ഫ്രണ്ടിൽ പടയൽ വെക്കുന്നത് നോൺ വെജാണ്, എല്ലാ ഐറ്റംസും വെച്ചാണ് ചെയ്യുന്നത്. പക്ഷേ എങ്കിലും നമുക്ക് നമ്മുടെ സിസ്റ്റം അങ്ങനെ അല്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ അത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഷൂട്ട് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു സൂര്യ സാർ ഓഡിയോ ലോഞ്ചിലും അത് പറഞ്ഞായിരുന്നു, ആ കറുപ്പുസ്വാമിയുടെ വിഗ്രഹം ഒരു കോവിലിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പം ആ കറുപ്പുസ്വാമി ഒരു കോവിലിലെ ഒറിജിനൽ പ്രതിഷ്ഠയായി. അപ്പം ഞാനും ഇനി സിനിമ റിലീസെല്ലാം കഴിഞ്ഞിട്ട് പോയി കാണണം എന്നിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു കോയമ്പത്തൂർ അടുത്തുള്ള തന്നെ ഒരു ക്ഷേത്രത്തിൽ അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. എത്രയോ വർഷങ്ങൾ തൊട്ട് അവിടെ ഇങ്ങനെ ഈ പ്രശ്നം വെച്ച് നോക്കും ഈ ഒരു കറുപ്പുസ്വാമിയുടെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം അതിനെന്തോ അനുമതി കിട്ടണം. അപ്പം അങ്ങനെ എന്തോ അത് കിട്ടാണ്ടിരുന്നിട്ട് കറക്റ്റ് നമ്മുടെ ഈ വർഷം, അതായത് ഇതിൻ്റെ ഈ സമയത്ത് തന്നെ അവിടെ നിന്നും അങ്ങനെ ഒരു ആവശ്യം വരികയും അവരിങ്ങനെ നോക്കുകയായിരുന്നു. അപ്പം അതെന്തോ കുടുംബക്ഷേത്രം എന്തോ ആണ് നമ്മുടെ കൊടുത്തേക്കുന്നത് അവിടെ. അപ്പം അങ്ങനെ ഒരു ആവശ്യം വന്നപ്പം നേരെ നമ്മുടെ കറുപ്പുസ്വാമി അങ്ങോട്ട് വിട്ടു. അതൊരു ഭയങ്കര എപ്പോഴും നമുക്കൊരു ഭയങ്കര മെമ്മറിയാണ്. കാരണം ഇനി ഒരു 10 വർഷം കഴിഞ്ഞാലും നമുക്ക് ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ കാരണം നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ അതിനു വേണ്ടി എഫേർട്ട് ഇട്ട് പാലക്കാട്ടിൽ നിന്ന് കൊണ്ടുപോയ ഒരു വിഗ്രഹമാണ് അത്. അങ്ങനെ കുറേ മൊമെന്റ്സ് ഉണ്ട് കറുപ്പുസ്വാമി. ഒരു ചെറിയ ചോദ്യമാണ്, ഈ സെറ്റ് ഇത്രയും നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരു 7-8 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ഒക്കെ ഇട്ട് സെറ്റ് ബിൽഡ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട് മഴ കാരണം സെറ്റ് ഒലിച്ചു പോകുന്ന പരിപാടി കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഇത് കറുപ്പിൽ തന്നെ കിട്ടി. കറുപ്പില് എനിക്ക് തോന്നുന്നു അതിന്റെ ക്ലൈമാക്സ് ഒരു വലിയ സെറ്റായിരുന്നു. അപ്പം എനിക്കിപ്പോഴും വിഷമമുള്ള സിനിമ കാണുമ്പോഴും ഒക്കെ ഉള്ള ഒരു അതിനകത്ത് എന്തെങ്കിലും മൈനസ് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സൈഡിൽ എനിക്ക് ഇച്ചിരി ഇതുള്ളത് ആ ഒരു സെറ്റാണ്. അപ്പോൾ അതൊരു ഇൻകംപ്ലീറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയല്ല, പക്ഷെ എനിക്കതൊരു ഞാൻ ഹാപ്പി അല്ല. എനിക്ക് കുറച്ചുകൂടെ ഔട്ട്ഡോർ ആയിരുന്നെങ്കിൽ ഹാപ്പി ആയിരുന്നു എന്നുള്ളൊരു ഫീൽ ഇപ്പോഴും. ഔട്ട്ഡോർ സെറ്റ് ചെയ്തിരുന്നത് മഴ കാരണം അത് ഇൻഡോറിലേക്ക് മാറ്റി. അപ്പോൾ അവിടെ എന്താന്ന് സെറ്റിനെ തന്നെ മാറ്റി, മൊത്തം സെറ്റ് തന്നെ ഒരു ഹ്യൂജ് സെറ്റായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും നമ്മൾ ആ സ്കെയിലിൻ്റെ റിച്ച്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഔട്ട്ഡോറിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു വലിയ സെറ്റായിരുന്നു. അപ്പോൾ ഔട്ട്ഡോറിനകത്ത് സെറ്റ് ഡിസൈൻ ചെയ്തു, ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, സെറ്റിൻ്റെ വർക്ക് കഴിഞ്ഞു, ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷായി. എനിക്ക് ആ സെയിം സമയത്ത് തന്നെ മദ്രാസിൽ നടക്കുന്നുണ്ടായിരുന്നു ഷൂട്ട്.
അപ്പം ഷൂട്ട് നടക്കുമ്പോഴാണ് കറുപ്പ് നടക്കുന്നത്. എത്ര നാളുകൊണ്ട് shoot അതാ പറഞ്ഞ ഞങ്ങള് മദ്രാസ് ഇറങ്ങിയിട്ട് 2 കൊല്ലം 2 കൊല്ലമാവുന്നു. അപ്പൊ ആ സമയത്ത് അതായത് മദ്രാസിയുടെ എൻഡ് നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ കറുപ്പ് ഷൂട്ട് നടക്കുന്നു. മദ്രാസിയും ഈ പറഞ്ഞ പോലെ കുറെ ടൈം പീരീഡ് കുറച്ച് എടുത്ത സിനിമയാണ്. അപ്പം സാറ് ഈ ഹിന്ദി പടം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് സിക്കന്ദറും കൂടെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് മദ്രാസി എനിക്ക് തോന്നുന്നു ശ്രീലങ്കയിലാണ് ഷൂട്ട്. അപ്പം കറുപ്പിൻ്റെത് ചെന്നൈയിലും. അപ്പം ഞാൻ ഈ സെറ്റെല്ലാം ഇട്ട് തീർന്നു. ഡയറക്ടറും DOPയും എല്ലാവരും വന്ന് കാണുന്നു. സെറ്റ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ടെക്നിക്കൽ ക്രൂ ലൈറ്റപ്പ് എല്ലാം കഴിഞ്ഞു. എല്ലാവരും വന്നിട്ട് ഭയങ്കര അഭിപ്രായമായിരുന്നു. കാരണം അതാണ് നമുക്ക് കിട്ടുന്നൊരു മൊമെൻറ്റ്. നമ്മൾ സെറ്റിട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് വരുന്ന സാധാരണ ഒരു ലൈറ്റ് വയ്ക്കുന്ന ഒരാളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ ഇപ്പോൾ ചായ തരുന്ന ഒരാളാണെങ്കിൽ പോലും പുള്ളി കണ്ടിട്ട് പുള്ളിക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. രസമുണ്ട് അല്ലെങ്കിൽ നന്നായിട്ടുണ്ട് എന്ന് പറയുന്ന അതാണ് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടുന്നൊരു മൊമെൻറ്റ്. അപ്പോൾ ഇതെല്ലാം കഴിയുന്നു. അപ്പം നമ്മുടെ വർക്ക് കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ അല്ലെങ്കിൽ ഒരു ദിവസം കൂടെ ഉണ്ട് ഷൂട്ടിന്. അപ്പോൾ ഒരു ദിവസം അടുത്ത ബൈക്ക് ലൈറ്റപ്പും പരിപാടിയാണ്. ഞാൻ ഇതെല്ലാം തീർത്തിട്ട് ഞാൻ അടുത്ത ഫ്ലൈറ്റിന് ഞാൻ നേരെ ശ്രീലങ്ക പോകുന്നു. ശ്രീലങ്ക ചെന്ന് അവിടെ അടുത്ത ദിവസം രാവിലെ ഷൂട്ട് തുടങ്ങുകയാണ്. അപ്പം ഒന്ന് മുരിയാസ് സാറിൻ്റെയാണ്, സീനിയർ ഡയറക്ടറാണ്. അപ്പോൾ ഒരു ഹാർബറാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ എന്തായാലും ഞാൻ അവിടെ വേണം. അപ്പം ഞാൻ നമ്മുടെ ടീമെല്ലാം എത്തി, ഞാനും ഇവിടെ എത്തി. ഷൂട്ട് രാവിലെ തുടങ്ങി. എനിക്ക് തോന്നുന്നു രാവിലെ ഒരു 10 മണിയായപ്പോൾ തന്നെ ചെന്നൈയിൽ നിന്ന് കോള് വരുന്നു. മഴ കാരണം സെറ്റ് ഫുള്ള് മഴ പെയ്ത് വെള്ളം മൊത്തം ഫ്ലോറിൽ മൊത്തം, അതായത് ഔട്ട്ഡോർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഫ്ലോർ മൊത്തം സെറ്റ് മൊത്തം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. 2 ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്തു മഴ തോർന്നിട്ട് എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ കണ്ടിന്യൂസ് ഒരു 2-3 ദിവസം മഴ കാരണം ഔട്ട്ഡോറിലിട്ട സെറ്റിനെ പിന്നെ ഞങ്ങളത് മൊത്തം പൊളിച്ച് പിന്നെ ഒരു വലിയൊരു ഫ്ലോർ, ഹെവി ഫ്ലോർ എടുത്ത് അതിനകത്തേക്ക് മാറ്റി സെറ്റ് ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് നമ്മൾ സ്ഥലത്തില്ലാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ചോദ്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആ സമയത്ത് നമ്മൾ എത്തിയേ പറ്റൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒറ്റ ദിവസം കൊണ്ട് തന്നെ ശ്രീലങ്കയിൽ നിന്നും ചെന്നൈയിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. അടുത്ത ദിവസം നമ്മൾ വന്നാൽ അടുത്ത് ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കണമെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടാവണം. ഇപ്പോൾ പ്രൊഡക്ഷൻ ഡയറക്ടർ, DOP എല്ലാവരും വന്നാൽ പോലും ആ സെറ്റ് അടുത്ത് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എന്തായിരിക്കും അതിനൊരു സൊല്യൂഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ പ്രസൻസ് അവിടെ വേണം. കാരണം ഇപ്പം നമുക്ക് അസോസിയേറ്റ്സും ടീം എല്ലാവരും ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഫൈനൽ ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും നമ്മൾ തന്നെ ആയിരിക്കും. അപ്പം നമ്മളവിടെ എത്തിയിട്ട് വേണം അടുത്ത് എന്ത് ചെയ്യാമെന്നുള്ളൊരു ഒരു തീരുമാനം എടുക്കാൻ. ഞാനത് ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ ഫൈനലി നമുക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള രീതിയേക്കാളുപരി കറുപ്പിൽ വെച്ചിരിക്കുന്ന എക്സ്പെക്ടേഷൻ എന്തായിരിക്കും? കറുപ്പിൽ ഞാൻ ഈ പറഞ്ഞ എന്താ പറയുക, ഒരുപാട് പേരുടെ ഒരു മേക്കിംഗ് ക്വാളിറ്റി ഉള്ള ഒരു സിനിമയായിരിക്കും കറുപ്പ്. ഈ പറഞ്ഞ പോലെ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഉണ്ടാവും കാണാൻ. സൂര്യ സാറിനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഭയങ്കര രസകരമായിട്ട് കാണുന്നൊരു സിനിമയായിരിക്കും കറുപ്പ്. ഈ പറഞ്ഞ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ കുറേ സൂര്യ സാറിൻ്റെ ഫാൻസ് ഉണ്ട്, ഇഷ്ടംപോലെ സൂര്യ ഫാൻസ് ഉണ്ട്. ഈ പറഞ്ഞ ഈ എല്ലാ സൂര്യ ഫാൻസിനും വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എനിക്കുള്ള ഫീൽ ഉണ്ടാവുന്നത്. കാരണം ഇവിടെ പുള്ളിയെ എനിക്ക് തോന്നുന്നു അത്രയും ദൂരം നമ്മൾ കാണുമ്പോൾ തന്നെ കിട്ടുന്നൊരു ഹാപ്പിനെസ്സും ഒരു സന്തോഷവും ഉണ്ടല്ലോ. അപ്പം അവിടെ നിന്ന് നമുക്ക് അത്രയും അടുത്ത് നിന്ന് വർക്ക് ചെയ്യാനും അതൊരു ഭയങ്കര മൊമെൻ്റാണ്. അത് എത്ര പറഞ്ഞാലും എനിക്ക് അതിൻ്റെ ഒരു ഇത് മാറത്തില്ല. കാരണം ഞാനും നമ്മൾ തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലോ. അപ്പം അതുപോലെ പുള്ളി ഈ കറുപ്പ് സിനിമയിൽ ഭയങ്കര രസകരമായിട്ടുള്ള മൊമെൻറ്റ്സിൽ പുള്ളിയുടെ ഭയങ്കര പ്രസൻസ്, ഭയങ്കര ലുക്ക്, അതെല്ലാം നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ഇതിനകത്ത് കാണാൻ കഴിയും. ഉണ്ട് ഒളിപ്പിച്ച് അത് പറയാൻ പറ്റാത്ത കുറേ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. അതുപോലെ പറയാൻ പറ്റുന്ന ഇന്ദ്രൻ ചേട്ടൻ്റെയൊക്കെ ഗംഭീര പെർഫോമൻസ് നമ്മൾ ഒരിക്കലും തിയേറ്ററിൽ കാണേണ്ട തന്നെ ഇതുവരെ നമ്മൾ കണ്ടുവന്നതൊന്നും അല്ല എന്ന് വേണം പറയാം. അമ്മാതിരി പുള്ളിയുടെ പെർഫോമൻസ് ഉണ്ട്. അതുപോലെ സ്വാസിക, അനഘ, ശിവദ, മലയാളികളുടെ ഒരു വലിയൊരു താരനിര തന്നെ ഇതിനകത്തുണ്ട്. അപ്പം അത്രയും നല്ല വിഷ്വൽസ്, GK വിഷ്ണുവിൻ്റെ മാജിക്കൽ വിഷ്വൽസ്. കാരണം അത് ഭയങ്കര ഒരു ഗിഫ്റ്റാണ് ഈ സിനിമയ്ക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ RJ ബാലാജിയുടെ ഡയറക്ഷൻ, അതെന്ന് വെച്ചാൽ പുള്ളി നമ്മൾ നോർമൽ ഡയറക്ഷനിൽ നിന്നും ഈ പറഞ്ഞ പുള്ളിയുടേതായ ഒരു വ്യത്യാസം എപ്പോഴും ഒരു സിനിമയ്ക്കുണ്ട്. മൂക്കുത്തി അമ്മനാണെങ്കിലും LKG ആണെങ്കിലും ഒക്കെ പുള്ളിയുടേതായ ഒരു ഫ്ലേവർ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ എല്ലാം
ഒരു മിക്സാണ് കറുപ്പെന്ന് പറയുന്ന ഒരു സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയ് 14 തിയേറ്ററിൽ എത്തുന്ന ആൾക്കാർക്ക് എന്തായാലും ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. പ്ലസ് ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് കുറേ നല്ല നല്ല മൊമെൻറ്റ്സ്, ഇമോഷണൽ മൊമെൻറ്റ്സ് ഉണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം എന്തായാലും ആരെയും നിരാശപ്പെടുത്തില്ല. ഭയങ്കര തിയേറ്ററിൽ നിന്ന് ഹാപ്പി ആയിട്ട് തന്നെ വരാൻ കഴിയുമെന്നാണ് വലിയ പ്രതീക്ഷയും വിശ്വാസവും. നിങ്ങളൊന്ന് ബുക്കിംഗ് തുടങ്ങിയാൽ മതി, കാത്തിരിക്കും നിൽക്കുന്ന ഞാൻ ഒരുപാട്. അല്ല അത് എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി ഞാൻ 1-2 പേരെ കാണുമ്പോഴും നമ്മൾ ആര് മീറ്റ് ചെയ്താലും ആദ്യത്തെ ചോദ്യം ഇതാണ്, എപ്പോഴും സിനിമ റിലീസാവും. അപ്പോൾ നമ്മൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ കാരണം നമുക്കും ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ചോദ്യം വരുന്നത് ഇതാണ്, ചേട്ടാ എപ്പോഴായിരിക്കും സിനിമ റിലീസ്, എന്താണ് അടുത്ത അപ്ഡേഷൻ. അപ്പോൾ ഈ എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ചക്ക് മുന്നേ ആർ ബാലാജിയും പറഞ്ഞ IPL സ്റ്റേഡിയത്തിൽ വലിമ അപ്ഡേറ്റ് ആണ്, പണ്ടെങ്കിൽ നേരത്തെ വരാറുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ എവിടെ പോയാലും ചോദിക്കുന്ന ആരെങ്കിലുമൊക്കെ കാണുമ്പോഴൊക്കെ ചോദിക്കുന്നത്, ചേട്ടാ കറുപ്പ് എന്തായി, അല്ല കറുപ്പിൻ്റെ എന്താണ് വരും, അല്ല എന്നായിരിക്കും റിലീസ് എന്ന് എന്തെങ്കിലും എന്നായിരിക്കും റിലീസ് എന്നുള്ളത് ഞങ്ങളിപ്പോൾ എനിക്കൊന്ന് അടുത്ത മാസം തീരുമാനിക്കും. അപ്പോൾ ആ അടുത്ത മാസം ആകുമ്പോൾ ഞാൻ പിന്നെയും തള്ളിക്കൊണ്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് കുറേ ഗ്യാപ്പ്, കുറച്ച് ഭീകരമായ ഗ്യാപ്പ്. അപ്പോൾ അതിനിടയ്ക്ക് പറയുന്നു ദീപാവലി റിലീസ് ചെയ്യാന്ന് പറയുന്നു. അപ്പോൾ ഈ പ്ലാനിങ് അവിടെ നടക്കുമ്പോൾ ഇത് നമ്മൾ അറിയുന്നുണ്ട്, പക്ഷെ നമുക്കിത് പുറത്ത് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് മാറ്റില്ല എന്നാണ് വിശ്വസിക്കുന്നത്. ഇത് മാറ്റില്ല എന്നാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. ഇപ്പം അതിനുള്ള ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു, ഷൂട്ടെല്ലാം തീർന്നു. ലാസ്റ്റ് ഒറ്റ ദിവസത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതും തീർന്നു. പിന്നെ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞു. ബാക്കി ഫാസ്റ്റായിട്ട് വർക്കുകളെല്ലാം നടക്കുന്നുണ്ട്. കാരണം നമ്മൾ ടീമിനെല്ലാം വിളിക്കുമ്പോഴത്തേക്ക് ഓരോരുത്തരും അതിൻ്റെ റണ്ണിങ്ങിലാണ്. പ്രൊഡക്ഷൻ ആണെങ്കിലും ഓൾമോസ്റ്റ് കേരളത്തിലെ സെയിൽ കഴിഞ്ഞു. കേരളത്തിൽ നമ്മളിവിടെ അത്യാവശ്യം ഡിസ്ട്രിബ്യൂട്ടർ എടുത്തു. അത്യാവശ്യം നല്ലൊരു വലിയ കമ്പനിയാണ് എടുത്തേക്കുന്നത്, SSR. അവർ അപ്പം ഞാൻ ഇതുവരെ കോൺടാക്ട് ചെയ്തില്ല, എനിക്കും ഇനി അവർ കോൺടാക്ട് ചെയ്യണം. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഏതാണ് ജനനായകനും. അപ്പൊ അതെനിക്ക് ജനനായകനും 14 അവിടെ ശ്രീലങ്കയുടെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ പോസ്റ്റ് ഇറക്കി. അപ്ഡേറ്റ് വന്നില്ല. ചെന്നൈയിൽ നിന്ന് ഞാനും ചോദിച്ചു, നമ്മുടെ കമ്പനിയുമായിട്ട് ഞാൻ സംസാരിച്ചു, അവരും ഇതുവരെ ഒന്നും അതിന്റെ പക്ഷേ ശ്രീലങ്കയിൽ ഒരു പോസ്റ്ററൊക്കെ ഇറക്കി. അപ്പോൾ ചിലപ്പോൾ മേ ബി 14 വർഷത്തിന് എനിക്കൊരു അങ്ങനെ എന്തോ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് ഇവർക്ക്. വേലായുധവും സൂര്യ സാറിന്റെ ഏതോ ഒരു പടവും അങ്ങനെ എന്തോ ഒരു 10-14 ഒരു തമിഴ് ക്ലാഷ് ഞാൻ കാണുന്നത് ഇവിടെയാണ്. തുനിവും വാരിസും കൂടി ഒരുമിച്ച് ഒരു ദിവസം വന്ന സമയത്താണ്. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും ക്ലാഷ് കുറെ മുന്നേ ഉണ്ടായിരുന്നു, 10-14 വർഷത്തിന് മുന്നേ. റിലീസ് ചെയ്യാത്തത് തന്നെ ജനനായകനുള്ളത് ക്ലാഷ് വെച്ചത് കൊണ്ടാണ് റിലീസ് ചെയ്യാത്തത്. മേ ബി അതും റീസൺ ആയിരുന്നു. കാരണം ഈ പറഞ്ഞ നമ്മള് പിന്നെ ഞങ്ങളുടെയും പരിപാടി തീർന്നിട്ടില്ലായിരുന്നു. കാരണം ഇച്ചിരി VFX വർക്കും ഞാൻ ഡയറക്ടറിന്റെ വേർഡ്സ് കോട്ട് ചെയ്താട്ടോ. അജയ് ബാലജി പറഞ്ഞത് പൊങ്കൽ ക്ലാഷ് അല്ല, ഞങ്ങൾക്കും കുറച്ച് സീരിയസ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുമല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാം നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു, ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ആണ്. ഇനി 14 വേണ്ടി ഞങ്ങളും വെയിറ്റിംഗ് ആണ്. 14 തീയതി അതെ, കാരണം ഞാൻ സാധാരണ നമ്മളെല്ലാ സിനിമയും ഞാനും നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞാലും ഒന്നുകിൽ എഡിറ്റിലോ അല്ലെങ്കിൽ ഈ ക്യൂബിലോ ഒക്കെ പോയിട്ട് നമ്മൾ സിനിമ കാണും. മിക്ക സിനിമകളും നമുക്ക് എഡിറ്റ് ഷൂട്ടിൽ പോയിട്ട് കാണും. ഇത് കറുപ്പ് ഞാൻ ഇതുവരെ പോർഷൻസ്, അതായത് ചെറിയ ചെറിയ പോർഷൻസ് കണ്ടതെന്നല്ലാണ്ട് മൊത്തം സിനിമ പോയി കണ്ടില്ല. അപ്പം ആയിട്ടും കണ്ടില്ല. ഇല്ല, മൊത്തം അങ്ങനെ അതേ റീല് ചെറിയ ചെറിയ കുറെ കണ്ടു. അതായത് അത് നമുക്ക് ആവശ്യമായത് കൊണ്ട് എപ്പോഴും കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ഒക്കെ നമ്മളെടുത്ത് കാണും. കാരണം കണ്ടാലും നമുക്ക് അതിൻ്റെ ഇതുവരെ ചെയ്തു വന്നതിൻ്റെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, എന്തെങ്കിലും കണ്ടിന്യൂറ്റി ഇതൊക്കെ ഉണ്ടോ. കണ്ടില്ല. അതിപ്പം ലാസ്റ്റ് കാണാൻ ഒരു ചാൻസ് ഇപ്പോൾ ചെന്നൈയിൽ ഉണ്ടായിരുന്നു, വേണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനും എന്തോ എനിക്കും അത് തിയേറ്ററിൽ വലിയൊരു ഇതിൽ കാണണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാനും അത് പെൻഡിങ് വെച്ചു. അപ്പോൾ 14 തീയതി എല്ലാവരെയും പോലെ ഞാനും വെയിറ്റിംഗ് ആണ്. കാരണം നമുക്ക് നമ്മുടെ സിനിമ ഒരു വലിയ സക്സസ്സിലേക്ക് പോകണമെന്നാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ്. അങ്ങനെ 14 തീയതി എത്തട്ടെ. നിങ്ങൾ ബുക്കിംഗ് തുടങ്ങാൻ നമ്മൾ വിശ്വസിക്കൂല. കാരണം പല സ്ഥലത്തെയും ഹരിപ്പാട് സൂര്യ ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ അവരെല്ലാം വിളിക്കുന്നുണ്ട്, ചേട്ടാ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഫാൻസ് അസോസിയേഷൻ ടിക്കറ്റും
സെയിലും ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഡേറ്റ് ഇതല്ല, പക്ഷെ എന്നാലും അവർ അവരുടെ പരിപാടികളൊക്കെ തുടങ്ങി. എനിക്ക് ഈ ഒരുപാട് വർഷത്തിന് ശേഷം ഫാൻസുകാരുടെ ഒരു വലിയ ആഘോഷമാക്കുന്ന സിനിമയാണ് കറുപ്പ്. അതിനുള്ള ഇതെല്ലാം നടക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ വെഞ്ഞാറമൂട്ടിലും ഒക്കെ സൂര്യ ഫാൻസുകാർ വലിയ ആവേശത്തിലാണ് കറുപ്പ് ഇറങ്ങുമ്പോൾ. ഒരു വെയിറ്റിംഗ് ആണ് എല്ലാവർക്കും, ഒരു തിരിച്ചു വരവ് എന്നുള്ള രീതിയിൽ. അങ്ങനെ ഗംഭീരമായ ഒരു തിയേറ്റർ പടമായിട്ട് അതെ കറുപ്പ് മാറട്ടെ എന്നുള്ളതാണ്. എന്തായാലും ചേട്ടാ വളരെ വലിയ സന്തോഷം. എനിക്കും വളരെ വലിയ സന്തോഷം. കുറച്ച് കാര്യങ്ങൾ എങ്കിലും തുറന്നു പറഞ്ഞു കുറച്ച് പിടിക്കാൻ. അല്ല ഞാൻ എനിക്ക് തോന്നുന്നു കുറച്ച് അധികം കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ചോദ്യങ്ങളൊക്കെ പിടിക്കാൻ ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. എന്തായാലും താങ്ക്സ് ചേട്ടാ. താങ്ക് യു വളരെ സന്തോഷം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.